പൊതുവെ കുറച്ച് കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊക്കെ ഈ റെസ്യൂമെ പ്രിപ്പറേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ടിപ്പ് പറയാറുണ്ട്, റിലീജിയൻ കാസ്റ്റ് എന്നുള്ള പരിപാടി എന്ന റെസ്യൂമെയിൽ എഴുതി വെക്കരുത് എന്നുള്ളത്. പക്ഷേ കോമൺ സെൻസിൻ്റെ കുറവുകൊണ്ടൊന്നുമല്ല, എന്നാൽ പോലും അത് എഴുതാനുള്ള ഒരു സാഹചര്യം ഞാനൊന്ന് പറയാം. സോ നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് എന്ന് കരുതുക. അവിടെ സെയിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു റിസർവേഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനകത്ത് വർഗീയത എന്നുള്ള സംഗതിയെ പറ്റിയൊന്നുമല്ല, ഇത് പ്രാക്ടിക്കലി നടക്കുന്നൊരു കാര്യം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എത്തിക്സിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെസ്യൂമിൽ ഡെഫിനറ്റ്ലി ഒഴിവാക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ദാറ്റ് ആ ഒരു പ്രയോറിറ്റിയോ പ്രിഫറൻസോ നിങ്ങൾക്ക് ആ ഒരു ജോബ് ആപ്ലിക്കേഷനിൽ കിട്ടും എന്നുള്ളതാണ്. ആൻഡ് എൻഷുർ ചെയ്യുക, ഈ ഒരൊറ്റ സാഹചര്യത്തിൽ മാത്രമേ നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾക്ക് കാസ്റ്റ് റിലീജിയൻ വെക്കാവുള്ളൂ. അല്ലാത്ത സമയത്ത് അത് വെക്കുന്നത് കംപ്ലീറ്റ്ലി അൺപ്രൊഫഷണലാണ്. ഓക്കെ.